Hey guys, it's me Siddharth and welcome back to another video. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ACC എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, അതേപോലെ തന്നെ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ നിങ്ങൾ എന്തായാലും അവസാനം വരെ കാണുക. ഈ വീഡിയോ എടുക്കുന്ന എനിക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്കും തീരെ സമയമില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ നോളേജ് ലെവൽ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൽ ലെവലിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. നമുക്ക് മാർച്ചിൽ 3-ാം തീയതിയാണ് ഫസ്റ്റത്തെ എക്സാം വരുന്നത്. 3-ാം തീയതി ഓഡിറ്റ് പേപ്പറാണ്. ഞാനിപ്രാവശ്യം ഓഡിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് എൻ്റെയും കൂടി എക്സാമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഇനി കറക്റ്റ് ഒരാഴ്ചയും കൂടി ഉണ്ട്. ഈ ഒരാഴ്ച തല കുത്തി നിന്ന് പഠിച്ചാൽ നമുക്ക് പാസ്സാകാൻ പറ്റും, എന്തായാലും പാസ്സാകാൻ പറ്റും. ഫുൾ കോൺഫിഡൻസോട് കൂടി എല്ലാ കാര്യങ്ങളും പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് 9 മണിക്കായിരിക്കും, നമ്മുടെ ACC സ്കിൽ ലെവൽ തൊട്ടുള്ള എക്സാംസ്. നിങ്ങൾ 8:45, 8:50 ആ ഒരു ടൈം ആവാൻ നിൽക്കാതെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 8:15 തന്നെ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. അവർക്ക് അവിടെ ചെറിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നിങ്ങളും കൂടി ലേറ്റ് ആയി ചെന്നാൽ അവർക്ക് ദേഷ്യം വരും. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കയറാനുള്ള ടൈം വൈകും, ചിലപ്പോൾ എക്സാം തന്നെ എഴുതിപ്പിച്ചില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും 1 മണിക്കൂർ മുന്നെങ്കിലും എത്തണം എന്നാണല്ലോ നമ്മുടെ ACC ഡോക്കറ്റിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഒരു 8:15 മുന്നേ, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം 8:30 മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പേപ്പർ, ഡോക്കറ്റ് എന്ന് പറയും. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ എൻട്രി. ഈ ഒരു സാധനം അല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല കേട്ടോ. ഇത് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ബാക്കി എന്തില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല, വേറെയും പ്രശ്നമുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ഡോക്കറ്റ് വേണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഫോണിൽ നോട്ട്സിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചാൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയാൽ മതിയല്ലോ, ഇത്ര സാധനങ്ങൾ എടുത്തു എന്നുള്ള കൺഫർമേഷൻ. എക്സാം ഡോക്കറ്റ് എടുക്കാൻ മറക്കരുത്. അത് നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുണ്ടാവും, അതിനെ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫോട്ടോ ID ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഴയ ആധാർ കാർഡൊന്നും കൊണ്ടുപോയാലും ശരിയാവില്ല, അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളിന്ന് കണ്ടാൽ ഏകദേശം നമ്മളാണെങ്കിലും തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ് അധിക പേര് അങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ല. ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ലൈസൻസ് കൊണ്ടുപോകണം. അടുത്ത സാധനം കാൽക്കുലേറ്റർ ആണ്. ഈ ഒരു കാൽക്കുലേറ്റർ നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത്. ഏത് പേപ്പർ ആണെങ്കിലും, അതിനിപ്പോൾ BT ആണെങ്കിലും ലോ ആണെങ്കിലും ഓഡിറ്റ് ആണെങ്കിലും തിയറി പേപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കണം. കാരണം അതിലൊക്കെ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓഡിറ്റിലൊക്കെ ആണെങ്കിൽ എന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം അത് നമ്മുടെ സിലബസിലുള്ളതാണ്. ബാക്കി ഏത് പേപ്പറിലാണെങ്കിലും ACCയുടെ ബേസിക് ആയിട്ട് വരുന്നൊരു സാധനമാണ് റേഷ്യോ അനാലിസിസ്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാൽക്കുലേറ്റർ എടുക്കാൻ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ഇതൊരു കീശയിലിട്ടാൽ പോരെ. അപ്പോൾ ഇത് എടുക്കാൻ മറക്കരുത്. ഞാനിത് എടുത്ത് പറയാൻ കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ടാക്സ് പേപ്പർ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നവൻ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല. ടാക്സിൽ കാൽക്കുലേറ്ററും കൂടി ഇല്ലെങ്കിലുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ശരിക്കും അവനെ കണ്ടിട്ട് സങ്കടം തോന്നി കേട്ടോ. കാരണം ഓരോ ക്വസ്റ്റ്യൻസും ആ കമ്പ്യൂട്ടറിലുള്ള കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി എത്ര എങ്ങാനും ഞെക്കേണ്ടി വരും. അതും ടാക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രാക്ടിക്കൽ പേപ്പറല്ലേ, നമ്മൾ അത്രയും കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ടാവും. അത് മൊത്തം അവൻ അതിലിരുന്നിട്ടാണ് ചെയ്തത്. അവൻ പാസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ ടാക്സ് അങ്ങനെ പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം കൊണ്ടുപോകാൻ ഒരിക്കലും മടി കാണിക്കരുത്, എല്ലാ പേപ്പേഴ്സിനും കൊണ്ടുപോകണം. അടുത്തത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് മഷിയുള്ളൊരു പേന. മഷിയുള്ളതെന്ന് എടുത്ത് പറയാൻ കാരണം ഞാൻ എൻ്റെ F1 പേപ്പറിന് പോയപ്പോൾ ഞാനൊരു പെൻ എടുത്തിരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ ഫുള്ള് മഷിയാണ്, നല്ല പേനയാണ്, സംഭവങ്ങളൊക്കെ ഫ്രഷാണ്. ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ എഴുതി നോക്കിയതാണ്, സംഭവം തെളിയുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ ആ പുറത്ത് ലെയർ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ക് ഈ ഒരു ഫില്ലറിൻ്റെ പുറത്ത് ഇങ്ങനെ ലെയർ, ബ്ലാക്ക് ലെയർ മാഞ്ഞു പോകാതിരിക്കുന്നുണ്ടാവുമല്ലോ, അതായിരുന്നു സംഭവം. അപ്പോൾ ഇങ്കില്ല. പിന്നെ ദൈവം സഹായിച്ച് എൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ടാണല്ലോ നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് കയറ്റി വിടുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന കുട്ടീൻ്റെ അടുത്ത് ഒരു പേന ഉണ്ടായിരുന്നു, അവളോട് ചോദിച്ചു, എനിക്ക് തന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? FM ഒക്കെ നമുക്ക് അത്യാവശ്യം ആ പേപ്പറിൽ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മഷിയുള്ളൊരു പേന എടുക്കുക. അത് പുതുപുത്തൻ പേന ആവണമെന്നൊന്നുമില്ല, കുറച്ച് ഉപയോഗിച്ച പേന ആണെങ്കിൽ അത്രയും നല്ലത്, കാരണം ആ ഒരു ഫ്ലോ കിട്ടും. എന്നെ FR പഠിപ്പിച്ചത് ഇത്തിഹാദ് സാറായിരുന്നു, സിബെറ്റിലുള്ളത്. വേറെയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉണ്ട്, ത്രിബിളയിലൊക്കെ. അപ്പോൾ സാറ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ആപ്പിൾ കഴിക്കും. അപ്പോൾ ഈ കഥ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ഞാനതും എൻ്റെ എക്സാംസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എല്ലാ എക്സാമിന് പോകുമ്പോഴും ഞാൻ ഒരു ആപ്പിൾ കൊണ്ടുപോകും, അത് കഴിക്കും. കാരണം ഞാൻ ഓൾമോസ്റ്റ് 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ട്രാവൽ ചെയ്തിട്ടാണ് എക്സാം സെൻറ്ററിലേക്ക് എത്തുന്നത്. അതും സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ഞാൻ ടയേർഡ് ആവും. രാവിലെ കഴിച്ച എന്തെങ്കിലും ചെറുതൊക്കെ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ആ കഴിച്ചൊക്കെ ദഹിച്ച് പോയിട്ട് ചെറുതായിട്ടെങ്കിലും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഒരു കടയിൽ കയറി വല്ല എണ്ണക്കടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ വയറ് നാശാവാനോ അല്ലെങ്കിൽ നമുക്ക്
കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും പൊറോട്ട ബീഫൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും നമ്മുടെ ബ്രെയിൻ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനും നമ്മൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ആപ്പിൾ കഴിക്കുക. അത് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ ആൾക്കാർ കാണുന്നൊക്കെ മടിയുണ്ടെങ്കിൽ എക്സാം സെൻറ്ററിൽ ഉള്ളിൽ കയറുന്നതിന് മുന്നേ കഴിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ, കോപ്പി നിങ്ങൾ കൊണ്ടുപോകാനേ പാടില്ല. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം തോറ്റു എന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കോളുക. ഒന്നാമത്തെ കാര്യം, അത്രയും ടെൻഷനായിരിക്കും ഈ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, അവിടെ ഫുള്ള് സെക്യൂരിറ്റി ചെക്ക് ആയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുക. അപ്പോൾ അകത്തേക്ക് കയറ്റാൻ ചാൻസേ ഇല്ല. പിടിച്ചാൽ അപ്പോഴേ നമ്മളെ പുറത്താക്കി വിടും, നമുക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. 3, ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും മുടിയിലോ സോക്സിൻ്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് വെച്ച് എക്സാം ഹാളിൽ കയറാൻ പറ്റിയെന്ന് വിചാരിക്കുക. എക്സാമിൽ 3 എക്സാമിനേഴ്സ് ഉണ്ടാവും, പോരാത്തതിന് 4 സൈഡിലുള്ള ക്യാമറ ഉണ്ടാവും. ഇതൊക്കെ വെട്ടിച്ച് നിങ്ങൾ കയ്യിൽ കോപ്പി എടുത്തു. ഓക്കെ, നിങ്ങൾ കോപ്പി കയ്യിലെടുത്തു, നമുക്ക് നോക്കാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തെന്ന് വെച്ചിട്ടാണ് ഈ കോപ്പിയിൽ നോക്കണേ? സിലബസിൽ ഏത് ഭാഗത്തു നിന്നാണെന്ന് പോലും ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത്രയും തറവായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഏത് പാർട്ടിൽ നിന്നാണെന്ന് പോലും അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കോപ്പി കൊണ്ടുവന്നിട്ട് ഈ കോപ്പി മറച്ചുകൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എക്സാം ഹാളിൽ. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. നിങ്ങൾക്ക് ഈ കോപ്പി കണ്ടു, നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനൊക്കെ പറ്റിയെന്ന് വിചാരിക്കാം. ഈ കോപ്പി വരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ACCA ലൈഫ് അതോടെ കഴിഞ്ഞു. ACCA ഒരു പ്രൊഫഷണൽ ബോഡിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവർ മാൽ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം തീരെ ടോളറേറ്റ് ചെയ്യില്ല. കാരണം അതൊരു എത്തിക്സ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ കോപ്പിയും കൊണ്ടൊക്കെയാണ് പോകാൻ നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. വെള്ളക്കുപ്പി ഒന്നും ഞാൻ പറയാൻ മറന്നതല്ല കേട്ടോ. വെള്ളക്കുപ്പി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. അവർ നമുക്ക് വെള്ളം തരും. പിന്നെ ചില സെൻറ്റേഴ്സിലൊക്കെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തരുന്നു കേട്ടിട്ടുണ്ട്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും വെള്ളക്കുപ്പി കൊണ്ടുപോകേണ്ടവർക്ക് കൊണ്ടുപോകാം. എക്സാമിന് മുന്നേ ഒക്കെ കുടിക്കാമല്ലോ. ഇനി നമുക്ക് എക്സാം ഹാളിൽ കയറിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്ലോക്ക് എവിടെയാണെന്ന് നോക്കണം. കാരണം വാച്ച് കാര്യങ്ങളൊന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ക്ലോക്ക് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ടൈം പോകുന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഫസ്റ്റ് തിങ്, നിങ്ങൾ ക്ലോക്ക് എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കുമ്പോൾ അവർ നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പറിലാണ് നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇക്വേഷൻസും ഒക്കെ ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ പുതിയ സ്റ്റുഡൻസൊക്കെ എന്താ ചെയ്യുക, ഈ പേപ്പറിൽ അവർക്ക് അറിയുന്ന സാധനം മൊത്തം അങ്ങോട്ട് വിളമ്പി വെക്കും. എല്ലാം ഛർദ്ദിച്ച് വെക്കും. ഇങ്ങനെ എഴുതി ഇതിനകത്ത് മൊത്തം സമയം കളയും. ഈ കോപ്പി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഇത് അവരാരും നോക്കില്ല. സോ ഇതിനകത്ത് എഴുതി സമയം കളയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ പേപ്പറിൽ എഴുതുക. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആൻസർ എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഓവർ ഈ ഒരു പേപ്പറിൽ റിലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ഇഷ്ടംപോലെ വേസ്റ്റ് ആവും. അതിന് പുറമെ നമുക്ക് ഒരു മാർക്കും അതിന് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ ചിരിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയൊരു ഫെമിലിയാരിറ്റി ഉള്ളതൊക്കെ കുറേ പേര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. എന്ന് വെച്ചിട്ട് അവരാരും ശല്യം ചെയ്യാൻ പോകരുത്. എക്സാമിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞുതരുമോ അത് പറഞ്ഞുതരുമോ ഒച്ച ഉണ്ടാക്കുക, ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല. കാരണം അവർക്ക് അവരുടെ തന്നെ നോക്കാൻ സമയമില്ല. അത്രയും ടൈം ബൗണ്ട് ആയിട്ടാണ് നമ്മൾ ഈ എക്സാംസ് എഴുതുന്നത്. പോരാത്തതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സൂപ്പർവിഷനും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിസ്ക് എടുത്ത് ആരും നമുക്കൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ തന്നെ അത് എടുക്കുക. എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഭയങ്കര ടഫായിരിക്കും. അത് എന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോൺഫിഡൻസും മൊറാലൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ കണ്ടു, പേടിച്ചു, ടെൻഷനായി. അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾക്കത് കണ്ടു, ടെൻഷനായി, ഓക്കെ സംഭവം എനിക്ക് കിട്ടുന്നില്ല, ആൻസർ അറിയുന്നില്ല, എന്ത് ചെയ്യണം? നമ്മൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്ത് അറിയുന്ന ക്വസ്റ്റ്യൻ വരുന്നവരെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ അറിയുന്നതൊക്കെ ചെയ്ത് ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ആ അറിയാത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തല പുകച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസും ഉണ്ടാവില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടൈമും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണോ, സ്കിപ്പ് അടിക്കുക. നിങ്ങൾ ആരും ACCA 100 ഔട്ട് ഓഫ് 100 മേടിക്കാൻ നോക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഡീസൻറ്റ് മാർക്ക്, അതായത് ഒരു 55+ മാർക്ക് കിട്ടാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആൻസറൊന്നും കിട്ടണമെന്നില്ല. കാരണം 100 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിലെല്ലാവർക്കും എല്ലാ ചോദ്യവും കിട്ടാനാണെങ്കിൽ പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ. നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻസിനെ കാറ്റഗറൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ACCA എപ്പോഴും 100-ൽ 100 കിട്ടാതിരിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടഫ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നി, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പാസ് ആവാനുള്ള മാർക്ക് അതിലുണ്ടാവും. പക്ഷെ അത് പലപ്പോഴും സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകും ആ ക്വസ്റ്റ്യൻസ്. കാരണം എന്താ, ആദ്യമേ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു, നമ്മുടെ കോൺഫിഡൻസ് പോയി.
അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചാൽ എന്താണെന്ന് പോലും നമുക്ക് തലയിൽ കയറില്ല. അപ്പോൾ അങ്ങനെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫുൾ കോൺഫിഡൻസ് പോകണം. പാസ്സാവാനുള്ളത് നമ്മുടെ പേപ്പറിലുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പോവുക. ആ ഒരു മൈൻഡ് സെറ്റോടെ കൂടി എഴുതിയാൽ ഓൾമോസ്റ്റ് ജയിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. പിന്നെ തോക്കോ ജയിക്കുമോ എന്നൊന്നും എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ 3-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്. ഞാൻ ജയിക്കുമെന്ന് എനിക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അതിന് ഒരു ഉറപ്പില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. കാരണം എനിക്കും എക്സാം ആണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ നല്ല സ്ട്രെസ്സിലാണ് ഞാൻ എന്നാലും ഈ വീഡിയോ ചെയ്തത്. അറിയാത്ത ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.